ആരാധന എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ. ആരാധന ആരാധന ഹല്ലേലൂയ, 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 ആരാധന ഹല്ലേലൂയ. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവൻ. ആരാധന എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവൻ. ആരാധന ആരാധന ഹല്ലേലൂയ, 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 ആരാധന ഹല്ലേലൂയ. ത്രിത്വൈക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയോടുകൂടെ ആവാം. ഈ 4 ദിവസങ്ങൾ നമ്മുടെ ഇടവകയ്ക്ക് അഭിഷേകത്തിന് ദിനങ്ങളായിരുന്നു. ഒരുപാട് പേര് നമ്മളെ ഓർത്ത് പ്രാർത്ഥിച്ച ദിവസങ്ങൾ, നമ്മുടെ ജീവിതത്തിലും അല്പമൊക്കെ മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ച ദിവസങ്ങൾ. അതായത് സ്വർഗം നമ്മളെ ഓർത്ത് ഇന്ന് അഭിമാനിക്കുന്ന ദിവസമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറിയതോർത്ത് ദൈവം അഭിമാനിക്കുന്നുണ്ട്. ഇന്ന് കിട്ടിയ ചൈതന്യങ്ങൾ, ഈ 4 ദിവസങ്ങൾ എവിടെങ്കിലുമൊക്കെ നമുക്ക് നല്ല ചിന്തകൾ കിട്ടിയിട്ടുണ്ടാവാം. ഏതെങ്കിലും ഒരു വാക്ക് എന്നെ ഏറെ സ്പർശിച്ചിട്ടുണ്ടാവാം. അത് മതി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ. ദൈവം അത് മാത്രമാണ് എനിക്ക് വേണ്ടി പറഞ്ഞത്. ഈശോയെ, കിട്ടിയ വചനങ്ങളുടെ ചൈതന്യം അനുഗ്രഹമാകുവാൻ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മ മാതാവ് കേട്ട വചനമാണ് രക്ഷകനായി പുറത്തേക്ക് വന്നത്. ഞാൻ കേട്ട വചനം എൻ്റെ ഹൃദയ നിലങ്ങളിൽ വളരുവാനായിട്ട് ഞാൻ ഇടം കൊടുക്കുന്നുണ്ടോ? അതെൻ്റെ ഹൃദയത്തിൽ വളരുമ്പോൾ എൻ്റെ കുടുംബത്തിലും രക്ഷ പിറവിയെടുക്കുന്നുണ്ട്. അമ്മ മാതാവ് കേട്ട വചനം അമ്മ ഹൃദയത്തിൽ സ്വീകരിച്ചു, വളരുവാനായിട്ട് സമ്മതം മൂളി വളർന്നു. അത് രക്ഷകനായി പുറത്തേക്ക് വന്നു. എൻ്റെ ജീവിതത്തിലും ഞാൻ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹൃദയത്തിൽ രൂപപ്പെടുവാൻ, വളർത്തുവാനായിട്ട് ഞാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? അത് മനസ്സ് കാണിക്കണമെങ്കിൽ മറ്റു ചില ഇടങ്ങളോട് ഞാൻ വേണ്ട എന്ന് പറയണം. എൻ്റെ മനസ്സിൻ്റെ കോണുകളിൽ അല്പം കൂടെ നന്മയുടെ ക്രിയകളുണ്ടാവണം.
എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചിട്ട് ദൈവത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കാതെ ലൗകികമായവയെ വെടിഞ്ഞിട്ട് വേണം അലൗകികമായവയെ സ്വീകരിക്കുവാൻ. ഈശോയെ, ഞങ്ങൾ നാളെ മുതൽ വലിയ ഒരുക്കത്തിലാണ്. ഇത്രയും നാൾ ഞങ്ങൾക്കത് ഈശോ മിശിഹായുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അവൻ ചമ്മട്ടി അടിയേറ്റപ്പോൾ, അവൻ കുരിശിൽ നിന്ന് വീണപ്പോൾ, ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾ കൊണ്ടപ്പുഴ കൊണ്ട സിനിമ മിശിഹായത്തെ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, നിന്റെ വേദന ഓർത്താ ഞങ്ങൾ കരഞ്ഞത്. അപ്രകാരമായിരുന്നില്ല അത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ട് ഈ വിശുദ്ധ വാരത്തിന് വലിയ ബന്ധമുണ്ട്. നിന്റെ മരണത്തിന് മുമ്പ് ഒരിക്കലെങ്കിലും നീ അഭിമുഖീകരിക്കാൻ പോകുന്നതൊക്കെ തന്നെയാണ് ഈ ഓശാന മുതൽ ഉയർപ്പ് വരെയുള്ള ദിവസങ്ങൾ. ഈശോയെ നന്ദി പറയുന്നു നല്ല ബോധ്യങ്ങൾ തന്നതിന്. പലപ്പോഴും തെറ്റായ ബോധ്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പിശാച് കടക്കുവാനുള്ള കാരണങ്ങൾ. തെറ്റായ അറിവുകൾ പലപ്പോഴും ഞങ്ങളെ ദൈവവുമായിട്ട് മാറ്റിയിട്ടുണ്ട്. ചില വ്യാഖ്യാനങ്ങളിൽ, തർക്കങ്ങളിലൊക്കെ എൻ്റെ അറിവാണ് ശരിയെന്ന വ്യാജേന ധാരണയിൽ ഞാൻ പറഞ്ഞതൊക്കെയാണ് പലപ്പോഴും സങ്കടത്തിൻ്റെ കാരണമായത്. ഈശോയെ, നല്ല ബോധ്യങ്ങൾ മാത്രം, നല്ല അറിവുകൾ മാത്രം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദാഹത്തോടെ ആവണം ഈശോയെ നോക്കേണ്ടത്. ഈ വെള്ള അപ്പത്തിൽ ജീവനുള്ള ദൈവമുണ്ട്. ഒരു ചെറിയ കാറ്റ് വന്നാൽ പറക്കാൻ മാത്രമേ ഈ അപ്പമുള്ളൂ. പക്ഷേ ചെറിയ കാറ്റിലും പറക്കാൻ ശക്തി ഈ അപ്പത്തിൻ്റെ ഉള്ളിൽ കൊടുങ്കാട്ടിനെ ശമിപ്പിക്കുന്ന ശക്തിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചെങ്കടലുകൾ ഉണ്ടാകുമ്പോൾ ആ ചെങ്കടൽ മറികടന്നു പോകുവാനുള്ള ശക്തി ഈ അപ്പത്തിനുണ്ട്. നിന്റെ ഭാരങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ അവയെ ലഘൂകരിക്കുവാൻ നീ എൻ്റെ നുകം വഹിക്കുമ്പോൾ അത് അനുഗ്രഹമാക്കുന്ന ഒരു ശക്തിയാണ് ഈ കുഞ്ഞ അപ്പത്തിലുള്ളത്. എമ്മാവൂസിലെ മക്കൾ പ്രാർത്ഥിച്ചതുപോലെ, നാഥ കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറയണം. മാനേ നൊബിസ്കും ദോമിനെ, വിട്ടുപോകരുത് ഞങ്ങൾ വിട്ടുപോവുകയാണ്. ജെറുസലേമിൽ നിന്ന് മാറിപ്പോവും ഞങ്ങളുടേതായ എമ്മാവൂസുകളിലേക്ക്. ആദിമാതാപിതാക്കളുടെ മരം പോലെ ചെറിയ മരങ്ങൾ ഞങ്ങൾക്കുമുണ്ട്. ഒളിച്ചിരിക്കുകയാണ് ഞങ്ങൾ. നീ ഉലാത്താൻ വരുമ്പോൾ, ഞങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ മാറിപ്പോവുകയാണ്. മുഖദർശനം തരാൻ മനസ്സ് കാണാതെ, പിടിക്കപ്പെടുമെന്ന ഭയത്തിൽ. ഈശോയെ, ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്നവർ, വരാൻ സാധ്യമാകാത്തവർ, വ്യത്യസ്തമായ ഇടങ്ങളിലായിരിക്കുന്നവർ, വിദൂരങ്ങളിലായിരിക്കുന്നവർ, ഞങ്ങളുടെ പൂർവികന്മാർ, കാലാകാലങ്ങളായി സ്വർഗത്തിലുള്ള നമ്മുടെ എല്ലാ കാർന്നവന്മാരെ ഓർക്കണം. ഞാൻ പറഞ്ഞു, കാലാകാലങ്ങളായി സ്വർഗത്തിലുള്ള കാർന്നവന്മാർ, നമ്മുടെ പൂർവികർ സ്വർഗത്തിലുള്ളവർ നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ ഇടനിലക്കാരാണ്. എല്ലാ ആത്മാക്കളും നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നുണ്ട്. ആ യാചന അനുഗ്രഹമാവണമേ. ഇടവകയെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ സന്നിധിയിൽ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ത്രിത്വിക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. ശിരസ് കുമ്പിടുമ്പോൾ അത് ആത്മാർത്ഥമായ കുമ്പിടലാവണം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ ശിരസ് നമിക്കുന്നു. നീയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവൻ, നീയാണ് ആരാധ്യൻ, നിനക്ക് മാത്രമാണ് ആരാധന. ആ ഒരു ബോധ്യത്തോടു കൂടെ ഞാൻ കുനിയുമ്പോൾ എൻ്റെ സ്പർശനം നിനക്കുണ്ടാവണമേ, നിന്റെ കരസ്പർശം എനിക്കുണ്ടാവണമേ. നിന്റെ പാദത്തിൽ ഞാൻ ശിരസ് കുമ്പിടുമ്പോൾ എൻ്റെ ശിരസിൽ നിന്റെ കരമുണ്ടാവണമേ. പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ആ ഒരു ബോധ്യത്തോടു കൂടെ, ആ ഒരു ചിന്തയോടുകൂടെ നമുക്ക് ത്രിത്വിക ദൈവത്തെ പാടി പുകഴ്ത്താം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവ
സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയോട് നമ്മൾ ചേർന്നിരിക്കുന്നു. അവൻ്റെ സ്നേഹമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് ആകുവാനായിട്ട് കാരണം. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത് ആ നല്ല ദൈവമാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ദൈവം, നമ്മളെ കാത്തിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ദൈവം. അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായിരുന്നു പുത്രനായ മിശിഹ. ഈ വിശുദ്ധിയുടെ അപ്പത്തിലേക്ക് അവൻ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ കൈമാറുവാൻ വേണ്ടിയാണ്. എൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളിലും എൻ്റെ തള്ളിപ്പറച്ചിലുകളിലും ഒറ്റിക്കൊടുക്കലുകളിലും കുരിശുയാത്രയിലുമൊക്കെ എനിക്ക് താങ്ങായി നീ വീണു പോകുമ്പോൾ പിടഞ്ഞെഴുന്നേക്കണമെന്ന് ആഗ്രഹിപ്പിക്കുന്ന എൻ്റെ കരം പിടിക്കുന്ന ഒരു ഈശോ. നമുക്ക് ആ ഈശോയെ ആരാധിക്കാം, ആത്മാർത്ഥമായിട്ട് പാടിപ്പുകഴ്ത്താം. ഇറങ്ങി വരണമെന്ന് പറയും. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ബത്സയിദാ കുളക്കടവില് ഈശോയുടെ കാരുണ്യം കിട്ടിയ മകനെ പോലെയാണ് അതേ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ആലയത്തിലാവുന്നത്. ഞങ്ങളും ഈശോയെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലും ഭാരമേറിയ കുരിശുകൾ ഉണ്ടാവുന്നു. ഒന്നൊഴിയാതെ കുരിശുകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കഴുത്തിൽ ധരിക്കുന്ന കുരിശ്, നെറ്റിയിൽ വരയ്ക്കുന്ന കുരിശൊക്കെ ജീവിത കുരിശുകളായിട്ട് മാറുന്നുണ്ട്. ഈശോ നീ വഹിച്ചതുപോലെ പരാതി കൂടാതെ അവയെ വഹിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം തരണമേ. ഞങ്ങളുടെ സമർപ്പണ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, കൂടപ്പറപ്പ് ബന്ധങ്ങളിൽ, അയൽവക്കങ്ങളിലൊക്കെ നന്മയുടെ കിരണങ്ങളാകുവാൻ നിന്റെ പ്രകാശത്തിൻ്റെ രശ്മികൾ ഞങ്ങളുടെ കൂടെ വഴിത്താരയിൽ പ്രകാശമായി ഉണ്ടാവണമേ. നിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. നീ തുടങ്ങി വെച്ചതൊക്കെ പൂർത്തീകരിക്കുവാൻ വിട്ട ആ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഈ ആലയത്തിൽ ഇന്നുണ്ടാവട്ടെ. എല്ലാവരുടെയും മേലും ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാകണമേ എന്ന് ആഗ്രഹത്തോടു കൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വണങ്ങാം. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു.
ജീവനും എൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം മാത്രമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ശാന്തമായി സ്വസ്ഥാനങ്ങളിലായിരിക്കാം. ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മളായിരിക്കുന്ന തിരിച്ചറിവുണ്ടാവണം. ഈശോയെ, ഈ 4 ദിവസങ്ങൾ ഒരുപാട് നന്മയുടെ ദിവസങ്ങളായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ തക്ക വിധത്തിൽ നല്ലൊരു കുമ്പസാരം നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒരു പുണ്യവും നമുക്കുണ്ടായില്ല എങ്കിലും ഏറ്റവും നിർമ്മലതയോടുകൂടെ ഒരുപാട് നാളായിട്ട് പറയാതെ വച്ചിരുന്നത്, പാപമാണെന്ന് അറിയാതെ പോയ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഈശോയോട് പറയാൻ പറ്റി. പറഞ്ഞതിനോടൊപ്പം നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭാരക്കുറവും ഉണ്ടാവുന്നു. എൻ്റെ പാപത്തിൻ്റെ ഭാരമൊക്കെ എടുത്തു മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നൊരു ബോധ്യം എൻ്റെ ജീവിത അനുഭവത്തിലേക്ക് തരികയായിരുന്നു. ആ ബോധ്യം എന്നും ഉണ്ടാവണം. നല്ലൊരു കുമ്പസാരം കൊണ്ട് ശുദ്ധമാകാവുന്ന കുറവുകളെ നമുക്കുള്ളൂ. എത്ര വലിയ കൊടും പാപമാണെങ്കിലും വിശുദ്ധമായ കുമ്പസാരത്തിലൂടെ നാം ഏറ്റുപറയുമ്പം അനുതാപമുണ്ടാവണം. അത് ഏറ്റുപറയണം. അത് കുർബാനയിലല്ല ഏറ്റുപറയേണ്ടത്, കുമ്പസാരത്തിൽ തന്നെ ഏറ്റുപറഞ്ഞ് പാപമോചനം മേടിച്ചുകൊണ്ടാവണം നമ്മുടെ അനുദിന യാത്ര മുമ്പോട്ടുണ്ടാവേണം. നമുക്കിന്നൊരു ഉണർവൊക്കെയുണ്ട്, ഒരു ദൈവിക അനുഭവമൊക്കെയുണ്ട്. ഓർത്തോണം, നാം തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളി പഴയ ആൾ തന്നെയാണ്. നമ്മുടെ വഴി പഴയ വഴി തന്നെയാണ്. നമ്മുടെ സൗഹൃദങ്ങൾ അത് പഴയത് തന്നെയാണ്. നമ്മുടെ ജോലിയിടങ്ങൾ പഴയത് തന്നെയാണ്. മൊബൈല്, TV, ഏതാണോ എൻ്റെ മരം, ഞാൻ ഒളിക്കുന്ന മരം, അതിന് യാതൊരു മാറ്റവുമില്ല. മാറ്റം വന്ന ഞാൻ കടന്നു പോകുമ്പോൾ അവയെ മാറ്റിപ്പിക്കുവാനായിട്ടുള്ളൊരു ധൈര്യമുണ്ടാവണം. അതിലേക്ക് കൂടുതൽ പുണരാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും വേണ്ട എന്ന് വയ്ക്കാനുള്ള ഒരു തീരുമാനം. ഇത്രയും നാളും പിന്നിട്ട വഴികളിലെ ആവരുത് ഇനിയും പോകേണ്ടത്. ജ്ഞാനികൾ കാലിത്തൊഴുത്തിലേക്ക് ഈശോയെ കാണാൻ വരുന്നു. വചനം പറയുന്നത് കാലിത്തൊഴുത്തെന്നല്ല, അവർ ഭവനത്തിൻ്റെ മുമ്പിൽ നിന്നു. തിരികെ പോയത് പഴയ വഴിയിലേക്കല്ല. രക്ഷകനെ കണ്ടുമുട്ടുന്നവർ പഴയ വഴി ഉപേക്ഷിച്ചിട്ട് പുതിയ വഴി തേടിപ്പോകണം. അതിനുള്ള നന്മ നമുക്കുണ്ടാവട്ടെ. ഏറ്റവും അനുഗ്രഹമായ ദിവസങ്ങളാണ് നാളെ മുതൽ വിശുദ്ധവാരം. നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് ധ്യാനിച്ചു കൊണ്ട് പോകേണ്ട, ഏറ്റവും അനുഗ്രഹമാകേണ്ട ഒരു ആണ്ടുവട്ടക്കാലത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ദിനങ്ങളാണ് ഈ വിശുദ്ധവാരം എന്ന് പറയുക. നമ്മുടെ ജീവിതത്തെ ധ്യാനിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുന്നതെന്ന് ബോധിപ്പിക്കുവാൻ നമുക്ക് പോലും അത്ഭുതകരമാകുമാറാണ് നമ്മളിൽ നിന്ന് പലതും മാറിപ്പോയത്. ഈശോയെ, നീ ഇടപെടണമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവണം. നന്ദിയോടുകൂടെ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ, അച്ഛൻ്റെ ആ സൗമനസ്യമുള്ള ഇടപെടലൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറണം. ഇവിടെ കൊച്ചച്ഛന്മാർ, ശുശ്രൂഷ ചെയ്യുന്നവർ ഓട്ടപ്രദക്ഷിണമാണ് രാവിലെ മുതൽ. നമുക്ക് വേണ്ടിയാണെന്ന ബോധ്യം, എൻ്റെ അച്ഛൻ, എൻ്റെ ഇടവക എന്ന് പറയാനുള്ളൊരു ധൈര്യമുണ്ടാവണം, ആ സ്നേഹമുണ്ടാവണം. അനുദിന പ്രാർത്ഥനയിൽ അവരൊത്ത് പ്രാർത്ഥിക്കണം. അവരുടെ കരങ്ങളിലൂടെ ഈശോയെ നാം സ്വീകരിക്കുമ്പോൾ, കുദാശകളുടെ ഭാഗമാകുമ്പോഴൊക്കെ അത് അനുഗ്രഹിക്കണമേ എന്നൊരു തീവ്രമായ ദാഹത്തോട് പ്രാർത്ഥന. നമ്മുടെ ഡീക്കന്മാർ, നമ്മുടെ ബ്രദേഴ്സ്, ദേവാലയ ശുശ്രൂഷികൾ, നമ്മളെ സഹായിക്കുന്ന ഡേവിസേട്ടൻ, ലൂയിസേട്ടൻ, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന കൊടുക്കുമ്പോൾ അനുഗ്രഹമാവും. നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാം, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, നമ്മുടെ നന്മ ആഗ്രഹിച്ചവർ, നമ്മുടെ ജോലിയിടങ്ങൾ, നമ്മുടെ ബിസിനസ് മേഖലകൾ,
എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എവിടെയാണോ ഇന്ന് ഈശോയുടെ കൃപ എനിക്ക് വീണ്ടും ആവശ്യമായത്? എവിടെയെങ്കിലും അവശേഷിക്കുന്ന കണ്ണുനീരുണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും മാതാപിതാക്കളുടെ മേലെ നമ്മുടെ കണ്ണുനീരുണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കണം. ഇവിടെ മാതാപിതാക്കൾ ഇരിപ്പുണ്ടാവാം. നിങ്ങളറിയാതെ കണ്ണുനീര് നിങ്ങളുടെ മക്കളുടെ മേലെ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ദണ്ണം കൊണ്ടാവാം, ഒരുപാട് വിഷമം കൊണ്ടൊക്കെ ആവാം. ഈശോയെ പൊറുക്കണമേ. അവരുടെ ജീവിതത്തിൽ ഒരു ഭസ്മമായി അത് പോകാതെ എൻ്റെ പിഴവിനെ ഞാൻ മനസ്തപിക്കുന്നു. ഒരുപക്ഷെ എനിക്കൊരു ബോധ്യമുണ്ടാക്കിയതായിരിക്കാം. ഞാനും എൻ്റെ മാതാപിതാക്കളോട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടാവാം, എൻ്റെ മുതിർന്നവരോട് അങ്ങനെ ആയിട്ടുണ്ടാവാം. അതിന് കിട്ടിയ ഒരു പരിഹാരമാക്കിയത് മാറ്റിയെടുക്കണം. പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. ആ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും നന്മയുണ്ടാകാൻ, ജീവിത വിശുദ്ധിയോടുകൂടെ കിട്ടിയ ജീവിത വിളയിൽ നന്മയിൽ നിലനിർത്തുവാനായിട്ട് ഈ ആധുനിക യുഗത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്, തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്, സുഖഭോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അവയിലേക്ക് വീണു പോവാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. രോഗപീഠകളായിരിക്കുന്നവരുണ്ട്. ഈശോയെ, ഒരുപാട് രോഗങ്ങൾ തുടരെ ബന്ധപ്പെടുത്തിക്കുകയാണ്, ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്, ഞങ്ങളെ ബന്ധിക്കുകയാണ്. വിട്ടുമാറാത്ത തടസ്സങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അത് മാറുന്നില്ല. ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആ മുള്ള് അവിടെ ഇരിക്കേണ്ടതാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നിനക്കെൻ്റെ കൃപ മതി. കർത്താവ്, നിന്റെ കൃപയുണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. രോഗം വന്നാലും പീഡനം വന്നാലും സങ്കടം വന്നാലും കർത്താവേ, നിന്റെ കൃപ ഞങ്ങളെ വിട്ടു പോകരുത്. ദാവീദിൻ്റെ വലിയ സിംഹാസനത്തിൽ നിന്നും ആ അഭിഷേകത്തിൻ്റെ കൃപ ഒഴുകിപ്പോകുന്നുണ്ട്. നമുക്ക് കിട്ടിയ കൃപകൾ നഷ്ടമാവാതെ കുദാശകളുടെ വലിയ പിൻബലം, കുദാശകളുടെ ചൈതന്യം അനുഗ്രഹമാവണം. അനുദിന വിശുദ്ധ കുർബാനയർപ്പണം ഞായറാഴ്ചയെങ്കിലും ഒരിക്കലും മുടങ്ങാതെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഒരാഴ്ചക്കാലം ദൈവം നൽകിയ നന്മകളുടെ നന്ദിയാണത്. അടുത്ത ഒരാഴ്ചക്കാലത്തേക്കുള്ളൊരു ഊർജമായി മാറണം. അതിലെ ആദ്യന്തമുള്ള വരികളൊക്കെ എൻ്റെ ഈശോയുടെ കൂടെ ഞാൻ ആകുവാനുള്ള ഉപാധികളാണ്. എല്ലാ പല വിചാരങ്ങളെയും മാറ്റി നമുക്ക് ഈശോയുടെ കൂടെ ആവണം. നിരവധിയായ പ്രാർത്ഥനകളുണ്ട്. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേർക്ക് വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കുന്നില്ല. ഈശോയെ, നീ ഇടപെടണമേ. അവന് വേണ്ടിയുള്ള ജീവിത പങ്കാളി, അവൾക്ക് വേണ്ടി എവിടെയായിരുന്നാലും പ്രാർത്ഥന ഇങ്ങനെയാവണം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിത പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നവൾ, നീ ആഗ്രഹിപ്പിച്ചവൾ ഇപ്പോൾ എവിടെയാണെങ്കിലും എൻ്റെ ഈ പ്രാർത്ഥന ആ വ്യക്തിക്ക് അനുഗ്രഹമാവണമേ. മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെ മറികടന്ന് പോകുവാൻ എല്ലാ മൂടുപടങ്ങളെയും മാറ്റി എല്ലാം മറ നീക്കി വെളിച്ചത്ത് കൊണ്ടുവന്ന് ഒരു മുഖാമുഖ ദർശനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നൊരു പ്രാർത്ഥന. എവിടെയോ എനിക്ക് വേണ്ടി ഒരു ജീവിത പങ്കാളിയുണ്ട്, വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ രോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവാം. ഓരോ രോഗത്തിലും ഈശോയുടെ ചൈതന്യമുണ്ട്. ഈശോയുടെ സ്നേഹമാണ് ആ നിധിയായി നമ്മുടെ കൂടെ. രോഗമായിരിക്കാം, തകർച്ചകളായിരിക്കാം, തളർച്ചയായിരിക്കാം. നന്ദിയോടുകൂടെ ഈശോ, നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലാവാം. നമ്മുടെ ജീവിതത്തിലെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെയുള്ള എല്ലാ ഇടങ്ങളെയും പൂർണ്ണമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് സംഭവിച്ചു പോയ പാപങ്ങൾ, ബലഹീനതകൾ, എൻ്റെ കാതുകൊണ്ട്, എൻ്റെ ഭാഷ, എൻ്റെ മനോവികാരങ്ങൾ, എൻ്റെ ചിന്താഗതികൾ, എൻ്റെ കരം, എൻ്റെ കാല്, എൻ്റെ സ്പർശിച്ച ഇടങ്ങളൊക്കെ, തെറ്റിദ്ധാരണകൾ, കള്ളസാക്ഷ്യങ്ങൾ, ആസക്തികൾ, അശുദ്ധികൾ, അസൂയകൾ, ഈശോയെ പൂർണ്ണമായ ഒരു മോചനം നീ സമ്മാനിക്കണമെന്ന് ആഗ്രഹിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഏറ്റവും പറ്റുന്ന തരത്തിൽ ശബ്ദമുയർത്തി നമ്മൾ ഈശോയെ ആരാധിക്കാൻ പോവുകയാണ്. വിട്ടുമാറണം, ചങ്ങലകൾ പൊട്ടിപ്പോകണം, എല്ലാ ബന്ധനങ്ങളും മാറണം. എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക. എല്ലാവരും ചുറ്റുവട്ടമുള്ളവർ കേൾക്കത്തക്ക തന്നെ ആരും ഒരു നാണക്കേടും വിചാരിക്കാതെ ശബ്ദമുയർത്തി നമുക്ക് എവിടെയാണോ ഈശോയുടെ കൃപ ഇന്ന് ആവശ്യം, ഞാൻ തിരികെ പോകുമ്പോൾ ആ കൃപയും വാങ്ങിക്കൊണ്ട് പോകാനായിട്ടുള്ള തീരുമാനത്തോടു കൂടെ, ശക്തിയോടുകൂടെ നമുക്ക് ഈശോയെ സ്തുതിക്കാം, ആരാധിക്കാം. മനസ്സ് മടിക്കാതെ നിശബ്ദതയാലല്ല, ശബ്ദമുയർത്തി അവനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് സന്തോഷപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നീ ഇറങ്ങി വരണമേ എന്നൊരു ദാഹത്തോടു കൂടെ ആത്മാർത്ഥമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം, കേണപേക്ഷിക്കാം. ഈശോയെ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ
എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിലേക്ക് നീ കൃപയാകണമേ. ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുവാൻ കർത്താവേ, ഈ അപ്പത്തിലേക്ക് നീ എഴുന്നള്ളി വന്ന് ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അവിടെ പ്രാർത്ഥനകളെയും പവിത്രമാക്കുവാൻ, എല്ലാ രോഗപീഠങ്ങളെയും വിശുദ്ധീകരിക്കുന്ന ശക്തിയായി നീ കൂടെ ഉണ്ടാവണമേ. വചനം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വചന അധിഷ്ഠിതമാകണമേ ഞങ്ങളുടെ ജീവിതം. കർത്താവേ, നീ ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുവാനായിട്ടും നീ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടുവാനായിട്ടും ഈ മക്കളുടെ എല്ലാ അഴിയപ്പെടങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ആത്മാവിന്റെ ചൈതന്യം ഉണ്ടാവട്ടെ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. ഈശോയെ, നീ ഇറങ്ങി വരണമേ. എൻ്റെ കുടുംബത്തിന്റെ എല്ലാ മേഖലയിലേക്കും ഒരു ഭവനം ആഗ്രഹിക്കുന്നവരുണ്ട്, വിവാഹ തടസ്സമുള്ളവരുണ്ട്, ഇടവകയുടെ നന്മ ആഗ്രഹിക്കുന്നവരുണ്ട്. പുനരുത്ഥാന പ്രവർത്തന കർത്താവേ, നിന്റെ മാലാഖയെ അയച്ച് ഉച്ചുതോപിക്ക് അനുഗ്രഹമായതുപോലെ റഫായേൽ മാലാഖയുടെ സാന്നിധ്യം ഈ ഇടവകയിൽ അനുഗ്രഹമായി വരണമേ. ഇവിടെ കടന്നൊരു ഓരോ മക്കളും കൃപയാവണമേ. കർത്താവേ, എല്ലാ ജീവിത പ്രതിബന്ധങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ ആത്മാവിന്റെ ചൈതന്യം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ അഭിഷിക്തരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അവരെ സ്പർശിക്കുവാൻ ഇടവരുത്തിപ്പിക്കാതെ എപ്പോഴും നന്മയാകുവാനും ഞങ്ങളുടെ തിന്മയുടെ ബന്ധനങ്ങളായിരിക്കുമ്പോൾ കണ്ണുനീര് വീഴിപ്പിക്കാതെ ഈശോയെ നിന്നെ അനുഭവിക്കുവാൻ ഈ മക്കളെ യോഗ്യരാക്കണമേ. ഓരോ കൂദാശയും ഒരു അനുഭവമാകണമേ. ഓരോ വിശുദ്ധ കുർബാനയും എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഈശോയെ സ്വീകരിക്കുവാൻ, അവന്റെ മുറിവോട് നമുക്ക് ചേർത്ത് വയ്ക്കുവാൻ, അവന്റെ തിരുമുറിവോടുകൂടെ എന്റെ സങ്കടങ്ങൾ ചേർത്ത് വയ്ക്കുവാൻ കർത്താവേ, നീ എന്നെ ഒരുക്കണമേ. എല്ലാ മക്കളെയും സ്പർശിക്കണമേ. ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന മക്കളിലേക്ക് അഭിഷേകമായി ഒരുങ്ങി വരണമേ. ഈശോ, നന്ദി പറയുന്നു. ഈ ദിനങ്ങളെ ഓർത്ത്, ഈ മണിക്കൂറിനെ ഓർത്ത്. സ്വർഗം ആനന്ദിക്കുന്ന മണിക്കൂറാണ്. ഈ ഇടവകയുടെ ഓരോ മക്കളിലേക്കും ഇടവകയുടെ 4 അതിരുകളിലേക്കും അഭിഷേകമായി കൂടെ ഉണ്ടാവണമേ. ആത്മാവിന്റെ നിറവ് നാളെ ആരംഭിക്കുന്ന വിശുദ്ധവാരം ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയുടെ കാരണമാകണമേ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നീ ഇടപെടണമേ. ഞങ്ങളുടെ രോഗപീഠയിലേക്ക്, അശുദ്ധിയിലേക്ക്, ആസക്തിയിലേക്ക്, വന്നുപോയ പാപത്തിലേക്ക് ഈശോയെ, ഒരിക്കൽ പോലും പാപത്തിൽ വീഴാതെ നിനക്ക് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ ഞങ്ങളെ സ്പർശിക്കണമേ. ആത്മാവിന്റെ അഭിഷേകം പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാവണമേ. റഫായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അന്തോരു സുണ്യാളച്ച ഞങ്ങളുടെ കൃപയാവണമേ. നഷ്ടമായ വസ്തുക്കളെക്കാൾ ഉപരിയായി നഷ്ടമായ സ്നേഹം വീണ്ടെടുക്കുവാൻ, നഷ്ടമായ കൃപ വീണ്ടെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, ഈശ്വരാധന. ഈശോയെ, അഭിഷേകമാകണമേ. ഇവർ തുടർ സ്പർശിക്കണമേ. ഈ ആലയത്തിലെ മക്കളുടെ ജീവിതത്തിലേക്ക് നിന്റെ കൃപയുണ്ടാവട്ടെ. അവിടെ എല്ലാ പ്രാർത്ഥനയും വിശുദ്ധമാകുവാൻ, അനുഭവമാകുവാൻ, ഏറ്റവും വിശുദ്ധിയോടുകൂടെ ഈ ഒരാഴ്ചക്കാലം ഈശോയുടെ കൂടെയാകുവാൻ, ദൈവാലയത്തോട് കൂടെയാകുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പുരോഹിതരെ, ഞങ്ങളുടെ സന്നമർപ്പിതരെ, സന്യാസിനിമാരെ സമർപ്പിക്കുന്നു. നല്ല വൊക്കേഷൻ കൊടുത്തുകൊണ്ട് ദൈവവിളി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ കാത്തുകൊള്ളണമേ. എല്ലാ മെത്രാപ്പൊലീത്തമാരെയും എല്ലാ കർദ്ദിനാളന്മാരെയും സമർപ്പിക്കുന്നു. എല്ലാ വൈദികരെയും, എല്ലാ സമർപ്പിതരെയും, എല്ലാ അൽമായരെയും, ശുശ്രൂഷ മേഖലകളിലെ എല്ലാ മനുഷ്യരെയും നീ കാത്തുകൊള്ളണമേ. പ്രവാസികളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജോലിയിടങ്ങള്, മദ്യലഹരിയുടെ മക്കളെ, അസക്തികളെ, എല്ലായിടത്തും നിന്റെ അഭിഷേകം ഉണ്ടാവണമേ. കർത്താവേ, പ്രായമായവര്, രോഗികളായിരിക്കുന്നവര്, മരണാസന്നര്, നീ ഇടപെടണമേ. സങ്കടപ്പെടുന്ന ഓരോ മക്കളിലേക്കും അങ്ങിൽ നിന്ന് മാറിപ്പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആധുനികതയിൽ മുറിക്കൊണ്ട് എല്ലാ മക്കളിലേക്കും വിശ്വാസം നഷ്ടപ്പെടുത്താതെ വിശ്വാസികളായി മാറപ്പെടുവാൻ കർത്താവേ, നിന്റെ അഭിഷേകം ഉണ്ടാവണമേ. നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന. ഈശോ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, ആരാധന, ആരാധന. ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. കരങ്ങളടിച്ച് സന്തോഷത്തോടു കൂടെ കാലക്കൽ ചൂട് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി സന്തോഷത്തോട് ദാവീദ് നൃത്തമാടിയതുപോലെ ആനന്ദത്തോടു കൂടെ ആവണം. ശരീരമൊക്കെ ഒന്ന് ഇളകട്ടെ. കർത്താവിന്റെ അഭിഷേകം വരട്ടെ. മാറി ചൂടൊക്കെ മാറ്റി, കാലൊക്കെ ഒന്ന് പഠിച്ച് മാറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി സന്തോഷത്തോടു കൂടെ ഈശോയെ അഭിഷേകമാകണം ഓർമ്മയില്. ഹല്ലേലൂയ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ,
ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാ യേശുവിനെ, കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാ യേശുവിനെ, കർത്താതി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഈശോ നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രാർത്ഥനാരൂപിയിൽ സാധിക്കുന്നതിന് മുട്ടൂത്ത് നിൽക്കുക, അല്ലാത്തവർ നിന്നുകൊണ്ട് ഈശോയെ നോക്കി പ്രാർത്ഥനയോടുകൂടെ ഈശോയെ നീ സ്പർശിക്കണമേ എന്നൊരാഗ്രഹത്തിൽ എൻ്റെ ബലഹീനതയ്ക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരികയാണ്. സിഹിയോൻ മാളികയുടെ കൃപ ലഭ്യമാകുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയോട് താണു വീണുകൊണ്ട് അഭിഷേകമാകണമേ എന്നൊരു ഓർമ്മയിൽ നമുക്ക് ഈശോയുടെ കൂടെയാവാം. സ്തുതികളോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്കാവാൻ പരിശ്രമിച്ചുകൊണ്ട് സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാ യേശുവിനെ, എന്നും എന്നും അനന്യനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ, മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വഴികളെ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ, മനുജരെ മഹിതഗീതികൾ പൊഴിച്ചിടുവിൻ, വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ, സാദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വാവയേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീയൻ പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാരിലില്ലിതു പോ വാനിലില്ലിതു പോ നീയൊഴിഞ്ഞുള്ളൊരാനന്ദം ചിന്തിച്ചിടാ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൂക്കൾക്കില്ല പ്രഭ തേൻ മധുരമല്ല, നീ വരുമ്പോൾ ആനന്ദം വർണ്ണ്യമല്ല. വാവ യേശുനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. വാവ യേശുനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിചേരുകിലും വ്യാധി നോവുകിലും നീ എനിക്കരികിലൻ ആശ്വാസമേ. വാവ യേശുനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുനാഥ വാവ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ മലരുകൾ തേടി തേടി വരുന്നു വരുന്നു ദൈവം. ഹൃദയത്തിൽ പാർപ്പിടം തേടി തേടി വരുന്നു വരുന്നു ദൈവം. സ്നേഹത്തിൻ മലരുകൾ തേടി തേടി വരുന്നു വരുന്നു ദൈവം. ഹൃദയത്തിൻ പാർപ്പിടം തേടി തേടി വരുന്നു വരുന്നു ദൈവം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരു നീ പാപിയാമെന്നിൽ വന്നു വാഴുവാൻ ആശ കൊള്ളുന്നു. ആരു നീ പാപിയാമെന്നിൽ വന്നു വാഴുവാൻ ആശ കൊള്ളുന്നു. സ്നേഹമേ മണൽ കാട്ടിൽ ശീതള നീർത്തടാകം തീർത്തിടുന്നു നീ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ
മലരുകൾ തേടി തേടി വരുന്നു വരുന്നു ദൈവം. ഹൃദയത്തിൽ പാർപ്പിടം തേടി തേടി വരുന്നു വരുന്നു ദൈവം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ബലഹീനമായ ജീവിത ഇടങ്ങളിലേക്കാണ് ഈശോ ഇപ്പോൾ എഴുന്നള്ളി വന്നത്. നമ്മുടെ മനസ്സിൽ നാം പ്രഘോഷിച്ചതും മനസ്സിൽ ഇപ്പോഴും അവശേഷിപ്പിക്കുന്നതുമായ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിച്ചിട്ടാണ് ഈശോ വീണ്ടും അൾത്താരയിലേക്ക് അണയുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഈ 4 ദിവസങ്ങൾ അഭിഷേകത്തിൻ്റെ ദിനമായിരുന്നു, ചെറിയ മാറ്റത്തിൻ്റെ ദിനങ്ങളൊക്കെ ആയിരുന്നു. തിരിച്ചറിവോടുകൂടെ നമുക്കാവാം. ദൈവത്തോട് കൂടെയാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ നോമ്പുകാലം ഒരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ്, കണ്ടുമുട്ടലിൻ്റെ കാലഘട്ടമാണ്. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം പെരിയ ബഹുമാനപ്പെട്ട വികാരിച്ചൻ നമ്മളോട് ഓർമ്മിപ്പിച്ചു 2 ചോദ്യങ്ങൾ. ഹാഗാറിനോട് ചോദിച്ച ചോദ്യമാണത്. ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? നാം തിരികെ ഇന്ന് ഭവനത്തിലേക്ക് പോകുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കൂടെ ഉണ്ടാവണം. ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് നമുക്ക് അനുഭവമാവാം, അനുഗ്രഹമാവാം, തലമുറകൾക്ക് അനുഗ്രഹമാവട്ടെ. അബ്രാഹത്തെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും അനുഗ്രഹമാവാം. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിക്കുന്നവരാകുവാൻ, ഓരോ ചെയ്തിയിലും നന്മ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൽ നിലക്കുന്നതാകുവാൻ, പ്രാർത്ഥനയോടുകൂടെ കാരുണ്യത്തോടുകൂടെ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖഭാവങ്ങൾ കണ്ട് നമ്മുടെ ജീവിത വിശുദ്ധിയിൽ അടിയുറച്ച് നമ്മുടെ ദൈവവിളിയിൽ ആഴത്തിൽ ഊന്നിയ പ്രാർത്ഥന കൊടുത്തുകൊണ്ട് ധൂർത്തപുത്രനെ പോലെ റിയലൈസേഷൻ, തിരിച്ചറിവ്, മനസ്താപം, റിപ്പൻഡൻസ് ഉണ്ടാവണം. തീരുമാനമെടുക്കണം, തിരിച്ചു പോകണം, അപ്പൻ്റെ കൂടെ ആവണം, നഷ്ടമായ എല്ലാം വീണ്ടെടുക്കണം ഇരട്ടിയായിട്ട്. പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടമായതൊക്കെ ഇരട്ടിയായിട്ട് തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ജോബ് 42:8-9 അവൻ പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടമായതൊക്കെ ഇരട്ടിയായി ദൈവം കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈശോയെ സ്വീകരിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ മടക്കയാത്ര. എല്ലാ കൃപാവരങ്ങളും എന്നും ഉണ്ടാവട്ടെ. ഈ ഇടവക മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ, ഇടവകയിലെ ഓരോ മക്കളും ആർക്കും സങ്കടമുണ്ടാവാതെ ഇസ്രായേൽ മക്കൾക്ക് കാനാൻ കൊടുത്തതുപോലെ ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുവാൻ, വിവാഹ തടസ്സമുള്ളവർക്ക് ജീവിത പങ്കാളി കൊടുക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് ഈശ്വര കൃപ കൊടുക്കുവാൻ, നമ്മുടെ പാതയിൽ വലിയ പ്രകാശമായി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ മുട്ടൂത്തി നിൽക്കുക, അല്ലാത്തവർ നിന്നുകൊണ്ട് ഈശോയിലേക്ക് നോക്കി കരങ്ങൾ നീട്ടി, ഈശോയെ ഈ ദിവസങ്ങളൊക്കെ നന്മയുടേതായിരുന്നു, ബലഹീനരും പാപികളുമായി ഞങ്ങളെ അവിടുന്ന് ഒരുക്കുകയായിരുന്നു. നന്ദിയോടുകൂടെ ലൂയിസേട്ടനെയും ഡേവിസേട്ടനെയും ഓർത്ത് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഇതിൻ്റെ അധികാരികളെല്ലാവരെയും, ഇന്ന് വന്ന നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഈ ഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കിയത്. നിങ്ങളുടെ ഓരോ കണ്ണുനീരും ഈശോ കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിലെ പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കുന്നുണ്ട്. വിശ്വാസപൂർവ്വം നമുക്ക് തിരികെ ഭവനത്തിലേക്ക് പോകാനുള്ള കൃപയെടുക്കാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്തുതികളോട് കൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക് ഈ ആണ്ടുവട്ടത്തിലെ വലിയ നോമ്പ് വിശുദ്ധവാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഞാനായിരിക്കുമ്പോൾ ഈശോയെ എന്നെ ഉപേക്ഷിച്ച് പോകരുത് എന്നൊരു പ്രാർത്ഥനയിൽ ഈ തീർത്ഥാടന ജീവിതവും നമ്മുടെ ജീവിത ഇടങ്ങളുമൊക്കെ നന്മയുടേതാകുവാൻ, ഈ മഹാജൂബിലി ഏറ്റവും നന്മയുടേതാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ നമുക്ക് ഈശോയിലേക്ക് ഒരു തീർത്ഥാടനം നടത്താം. സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം. ഓ ദിവ്യകാരുണ്യമേ ആരാധന 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 ശ്വേ ശ്വേ ആരാധിക്കുന്ന 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 ശ്വേ 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 സ്തുതി ശ്വേ സ്തുതി ശ്വേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ശ്വേ 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 ആരാധന ശ്വേ സ്തുതിക്കുന്നു ശ്വേ ആരാധന 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 ആരാധന. അനുഗ്രഹിക്കുന്ന ദൈവമേ ആരാധന 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 ശ്വേ ആരാധന സ്തുതി ശ്വേ ആരാധന ദൈവമേ ആരാധന ശ്വേ സ്തുതി. നന്ദി നന്ദി നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് നന്ദി പറയാം. പരിശുദ്ധ അമ്മയെ വണങ്ങിക്കൊണ്ട് നമ്മുടെ എല്ലാ വൈദികരെയും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെയും ഇടവകയിലുള്ള എല്ലാ മക്കളെയും നമ്മളെ സഹായിച്ച ഗാനത്തിലൂടെ വചനത്തിലൂടെ സഹായിച്ച എല്ലാവരെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും ഓർത്തുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചപ്പോൾ ചുമലക്കൊടി കാണിച്ച് നമ്മുടെ വാഹനം നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്, പച്ചക്കൊടി കാണിക്കാൻ പോകുന്നു. നമ്മുടെ വണ്ടി റിപ്പയറിങ് കഴിഞ്ഞു, ഇന്ധനമൊക്കെ ഒന്ന് മാറി, കളയേണ്ടതെല്ലാം കളഞ്ഞു, ശുദ്ധീകരിച്ചു. നമ്മുടെ പാതയും ഈശോ മുമ്പേ പോയിട്ട് നേരെയാക്കിയിട്ടുണ്ട്. പച്ചക്കൊടി സ്വീകരിച്ചു കൊണ്ടുപോകാം. ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും പറയുകയാണ്, ഈസ്റ്റർ കഴിയുമ്പോഴും ഈ നന്മയുണ്ടാവണം. ഈസ്റ്ററിൻ്റെ പടിവാതിക്കൽ ഒരുപാട് തിന്മകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. വീണു പോവാതിരിക്കാനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. പോകാൻ വരട്ടെ. ഒരു 5 മിനിറ്റ് അത് മാത്രമേ എടുക്കുകയുള്ളൂ. ഈ 4 ദിവസവും നമുക്ക് വേണ്ടി വചനം മുറിച്ചു തരികയായിരുന്നു.
അച്ഛനോടുള്ള സ്നേഹവും കടപ്പാടും പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ അറിയിപ്പുകൾ. നാളെ ഓശാന ഞായറാഴ്ചയാണ്. രാവിലെ 6 മണിക്ക് കിഴക്കേ കപ്പേളയിൽ നിന്നാണ് കുരുത്തോല പ്രദക്ഷിണം ആരംഭിക്കുന്നത്. ആ ഒരു ചിന്തയിലേക്ക് കടന്നത്. ഈ വർഷം വാർഷിക ധ്യാനം, പ്രത്യേകിച്ച് ജൂബിലി വർഷമാണ്. ഈ ഒരു വർഷം ധ്യാനിപ്പിക്കാനായിട്ട് ആരെ ലഭിക്കും? അപ്പോഴാണ് തേജസ് അച്ഛൻ പറഞ്ഞത്, ബിനോയ് ആലപ്പട്ടച്ചൻ നല്ലൊരു ധ്യാന ഗുരുവാണ്, നന്നായിട്ട് വചനം പ്രസംഗിക്കുന്നു ഒക്കെ. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഈ 4 ദിവസവും അച്ഛന് ഒരു ക്ഷീണവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ മുഖത്തെ പ്രസന്നത, ശബ്ദത്തിൻ്റെ ഗാംഭീര്യം, അങ്ങനെ എല്ലാം വചനം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിന്, കുടുംബജീവിതത്തിന് പ്രചോദനം നൽകുന്ന രീതിയിൽ, അഭിഷേകമാകുന്ന രീതിയിൽ മുറിച്ച് തന്നത്. എന്താണ്, താല്പര്യത്തോടെ, ദാഹത്തോടുകൂടെ ഇവിടെ വന്നവരൊക്കെ കേട്ടിരിക്കാൻ തക്ക വിധത്തിൽ വചനത്തിൻ്റെ ഉള്ളുകളിലേക്ക് പോയി നമുക്ക് അച്ഛൻ പ്രസംഗിച്ച് വചനം വ്യാഖ്യാനിച്ച് തന്നു. കുടുംബങ്ങളെ, പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെയൊക്കെ വിവരിച്ച് തന്ന് അതിൻ്റെ വെളിച്ചത്തിൽ വചനം നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നൊക്കെ, കുടുംബത്തെയും വിശുദ്ധ കുർബാനയെയും അവസാനം ആ കുരിശിൻ്റെ വഴി നാളെ മുതൽ ആരംഭിക്കുന്ന വിശുദ്ധ വാരത്തിൻ്റെ ഒരു ആത്മീയമായ അർത്ഥം നമുക്ക് വിശദീകരിച്ച് തന്നു. അതൊക്കെ ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല, അത്രയ്ക്കും മനോഹരമായിട്ട് തന്നെ അച്ഛൻ അത് നിർവഹിച്ചു. എനിക്ക് ഒന്നും ഇവിടെ ഇരിക്കുന്നവരുടെ പേരിൽ, ഇടവകയുടെ പേരിൽ ബിനോയ് അച്ഛന് വലിയ സ്നേഹത്തോടു കൂടി ഒരു നല്ല കയ്യടി കൊടുത്ത് നമുക്ക് അഭിനന്ദിക്കാം. നമുക്ക് 3 കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നമുക്ക് ഒന്ന് ചൊല്ലാം. ആദ്യത്തേത് അച്ഛന് വേണ്ടിയാണ്, 2 വെട്ടുകാട് സ്നേഹാശ്രമത്തിന് വേണ്ടിയാണ്, 3-ാമത്തേത് അച്ഛൻ അംഗമായിരിക്കുന്ന ക്ലെരീഷ്യൻ സന്യാസ സമൂഹത്തിന് വേണ്ടി. എനിക്ക് വളരെ പരിചയമുള്ളൊരു സന്യാസ സമൂഹം കൂടിയാണ്. നമുക്കൊന്ന് കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആദ്യം അച്ഛൻ്റെ നിയോഗങ്ങൾക്ക് ആരോഗ്യവും കൃപകളും ലഭിക്കട്ടെ, അച്ഛൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു ചിന്തയോടുകൂടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. വെട്ടുകാട് സ്നേഹ ആശ്രമത്തെ നമുക്ക് ഓർക്കാം. ജയിലിൽ കഴിയുന്ന സഹോദരങ്ങൾ അവിടുന്ന് മോചിതരായിട്ട് വരുമ്പോൾ അവർ സമൂഹത്തോടും ഇടവകയോടും കുടുംബത്തോടും ഒക്കെ യോജിച്ചു പോകാനുള്ള ഒരു രൂപീകരണം നൽകുന്നത് അത് വലിയ കഠിനമായ പ്രയത്നമാണ്, പ്രാർത്ഥന ആവശ്യമുള്ളതാണ്. ആ സ്നേഹാശ്രമത്തിലെ അലക്സാണ്ടർ അച്ഛനെയും ബിനോയ് അച്ഛനെയും ഷമ്മാസിനെയും മറ്റ് സഹോദരങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. ലോകം മുഴുവൻ ശുശ്രൂഷയിലായിരിക്കുന്ന അച്ഛൻ്റെ സന്യാസ സമൂഹമുണ്ട്, ക്ലെരീഷ്യൻ സന്യാസ സമൂഹം. അതിൻ്റെ ചില അച്ഛന്മാർ വളരെ വ്യക്തിപരമായിട്ട് അറിയാം. വളരെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇത്തരത്തിൽ സ്ട്രീറ്റ് മിനിസ്ട്രി ആകാം, ജയിൽ മിനിസ്ട്രി ആകാം, വളരെ തീഷ്ണതയോടുകൂടെ ആ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആ സന്യാസ സമൂഹത്തിന് വേണ്ടി നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ. ഈ 4 ദിവസവും ഗാന ശുശ്രൂഷ ചെയ്തത് ഡേവിസ് ആണ്, ഡേവിസ് മഞ്ഞളി. റാഫി മഞ്ഞളി പിതാവിൻ്റെ ഇളയ സഹോദരനാണ് ഡേവിസ്. വളരെ നല്ല ഒരു സംഗീതജ്ഞനാണ്, നന്നായിട്ട് പാടും. കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷ കുറേ കൂടി ഭക്തി ഉണ്ടാകാൻ, ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സഹായകമായി. ഡേവിസിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു.
നമ്മുടെ സ്വന്തമായിട്ട് ലൂയിസേട്ടൻ ഇവിടെയുണ്ട്. ഓൾട്ടർ ബോയ്സ് അങ്ങനെ തുടങ്ങി അച്ഛന്മാരെ. ഷമ്മാസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയുള്ള വർഷങ്ങൾ ദൈവശാസ്ത്രം പഠിക്കാനായിട്ടൊക്കെ ഷമ്മാസൻ പോകുകയാണ്. ഷമ്മാസിനെയും കൂടെ വന്നിട്ടുള്ള മറ്റച്ഛന്മാരും എല്ലാവരെയും, കൈക്കാരന്മാർ തുടങ്ങി എല്ലാവരെയും ഞാൻ ആരെയും പിന്നെ എടുത്തെടുത്ത് പറയുന്നില്ല. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം പ്രൈസ് ദ ലോർഡ് പറയാം. വലതുകരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്, ഇടതുകരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്, 2 കരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്. താങ്ക് യു വെരി മച്ച്.